കാറ്റത്ത് ഒരു തിരിനാളം അണഞ്ഞു പോകുന്നത് പോലെ മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. MT വാസുദേവൻ നായർ പറഞ്ഞ വാക്കുകളാണിത്. പക്ഷേ അദ്ദേഹത്തിന് കാറ്റത്തെ തിരിനാളം പോലെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുമ്പോൾ, തെളിഞ്ഞു നിൽക്കുമ്പോൾ, പ്രകാശം ചൊരിഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് കാറ്റ് വന്ന് അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് സംശയം. അദ്ദേഹത്തിൻ്റെ മരണം ആ രീതിയിലായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. എന്നോട് ദേഷ്യപ്പെടാം. കാരണം MT യെക്കുറിച്ച് മോശമായ വാക്കുകൾ താങ്കൾ പറയുന്നു, അദ്ദേഹം മരിച്ച് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുമ്പോൾ എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ അദ്ദേഹം 5 ദിവസത്തോളം ആശുപത്രിയിൽ, അതും വെന്റിലേറ്ററിലോ ആയി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഒരുപക്ഷെ ഏകനായി ആശുപത്രിയിൽ ആരുമില്ലാതെ, ബന്ധുക്കളൊന്നുമില്ലാതെ, യാതൊരു ബോധവുമില്ലാതെ അദ്ദേഹം ഒരു കരിന്തിരിയായി മാറിയതിന് ശേഷമാണ്, തിരുനാളമായി നിൽക്കുമ്പോഴല്ല അദ്ദേഹം മരിച്ചത് എന്ന് ഞാൻ പറയും. എന്നോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകാം, ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയാം, നിങ്ങൾക്ക് ദേഷ്യപ്പെടാം, എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്നെ പൊങ്കാലയിടാം. പക്ഷേ ഒരു കാര്യം ഇവിടെ പറയാനാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് 5 ദിവസം, ഏകദേശം 5 ദിവസം ഇങ്ങനെ ഇൻറ്റൻസീവ് കെയറിൽ കിടത്തി നരകിപ്പിക്കണമായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. അത് ആരുടെയും കുഴപ്പമല്ല, ആരുടെയും തകരാറുമല്ല, ബന്ധുക്കളുടെയോ മറ്റാരുടെയെങ്കിലും കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ അവസാന നിമിഷം വരെയും നമ്മൾ ആഗ്രഹിച്ചതാണ്. അദ്ദേഹം വീണ്ടും ജീവിച്ചിരിക്കണം, വീണ്ടും എഴുതണം. അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ താങ്കൾ എഴുതിയ കഥകളിൽ, നോവലുകളിൽ ഏതാണ് ഏറ്റവും മികച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നത്, ഞാനിനി എഴുതാനിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ്. അത്തരത്തിൽ എപ്പോഴും എഴുതാൻ ആഗ്രഹിച്ച ആളാണ് MT വാസുദേവൻ നായർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ഇത്രയ്ക്ക് 5 ദിവസം ഇൻറ്റൻസീവ് കെയറിൽ കിടത്തേണ്ടതായിരുന്നില്ല എന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ ചിന്ത ഉയരേണ്ടതുണ്ട്. ഈ MTയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ അതിനെ പറയുന്നു, അതൊരു അനുഭവമായിട്ട്. അതായത് ലിവിങ് വിൽ എന്ന് പറയുന്ന ഒരു ആശയം, ആ ലിവിങ് വിൽ എന്ന് പറയുന്ന ആശയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും MTയുടെ ഈ അനുഭവം ഞാൻ പറഞ്ഞത്, മരണാനുഭവം ഞാൻ പറഞ്ഞത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വത്തുക്കൾ ആർക്കെല്ലാം കൊടുക്കണം, ആർക്കെല്ലാം വീതിക്കണമെന്ന് നമ്മൾക്കൊരു വിൽപ്പത്രം എഴുതി വയ്ക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ആ വിൽപ്പത്രം അങ്ങനെ എഴുതി വയ്ക്കുന്നുമുണ്ട്. എന്നാൽ അതുകൊണ്ട് അത്ര ബലവത്തല്ല, അതിന് വീണ്ടും ചില നിയമ സാധുതകളില്ല എന്നൊക്കെ പറയുന്നുമുണ്ട്. ഇപ്പോൾ എന്തായാലും വിൽപ്പത്രം എന്നൊരു സംവിധാനമുണ്ട്. നമ്മൾക്ക് നമ്മുടെ സ്വത്തുക്കൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് നമ്മൾ തന്നെ ഒരു വിൽപ്പത്രം എഴുതി വയ്ക്കുന്നു. അത് മരണശേഷം ആ വിൽപ്പത്രം അനുസരിച്ച് അവരവരുടെ കയ്യിലെത്തും. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ മരിക്കണം, നമ്മൾക്ക് ബോധമില്ലാതാകുന്ന സമയത്ത് നമ്മളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് നേരത്തെ എഴുതി വയ്ക്കാൻ കഴിയും. അതിനെയാണ് ലിവിങ് വിൽ എന്ന് പറയുന്നത്. ആശുപത്രികളിൽ കിടന്ന് ദിവസങ്ങളോളം ഇൻറ്റൻസീവ് കെയറിൽ കിടന്ന് അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടന്ന് ബോധമില്ലാതെ ഏകനായി ആരോരുടെയും സംസാരിക്കാനോ ആരെയും കാണാനോ കഴിയാതെ കുറെ യന്ത്രങ്ങൾക്കകത്ത് കിടന്ന് ഞെരുവിരി കൊള്ളുണ്ട് മരിക്കേണ്ടവരല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും, പ്രത്യേകിച്ച് വയോധികരായവരുന്ന എല്ലാവരും ലിവിങ് വിൽ എഴുതി വയ്ക്കേണ്ട ഒരു കാലഘട്ടമാണ് വരുന്നത്. നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ ഒരുപക്ഷെ നമ്മൾ മരിച്ചാൽ പോലും അത് പുറത്തുവിടാതെ 5-6 ദിവസം നമ്മുടെ ബോഡി ഈ വെന്റിലേറ്ററിലിട്ട് ഇരുത്തുന്ന അനുഭവങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. കാശിന് വേണ്ടി നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ നമ്മൾ മരണപ്പെട്ടാൽ പോലും ആ മരണം പുറത്തറിയിക്കാതെ ഈ വെന്റിലേറ്ററിലിട്ടിട്ട് അത്രയും കാശ് വാങ്ങാൻ വേണ്ടി 6-7 ദിവസം. പിന്നെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ജീവനുണ്ടെങ്കിൽ അദ്ദേഹം ഒന്നും അറിയാതെ, ആരെയും കാണാൻ കഴിയാതെ, ആരെയും ഒന്ന് കണ്ണുകൊണ്ട് പോലും ഒന്ന് നോക്കി ആശ്വസിക്കാൻ കഴിയാതെ യന്ത്രങ്ങൾക്കിടയിൽ കിടന്ന് നരകിക്കേണ്ടി വരുന്നു. പുറത്ത് ബന്ധുക്കൾ ആകാംക്ഷരായി എപ്പോഴും കാത്തിരിക്കേണ്ടി വരുന്നു. ഈ അവസ്ഥ വരരുത്. അതിനാണ് ലിവിങ് വിൽ എഴുതി വയ്ക്കണം എന്ന് പറയുന്നത്. കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് ഒരു ഗസറ്റഡ് ഓഫീസറോ അതല്ലെങ്കിൽ ഒരു നോട്ടറിയോ ഒപ്പിട്ടാൽ നമ്മൾ എഴുതി വയ്ക്കുന്ന ലിവിങ് വില്ലിൽ നമ്മൾ എങ്ങനെ മരിക്കണം. ഇപ്പോൾ MT അദ്ദേഹത്തിൻ്റെ മൃതദേഹം
പൊതു ദർശനത്തിന് വയ്ക്കരുതെന്നും വീട്ടിൽ വെച്ചാൽ മതിയെന്നും വീട്ടിൽ വന്ന് കാണുന്നവർ കാണട്ടെ, ബാക്കി സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചിട്ട് അവിടെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനും അവിടെ വാഹന ഗതാഗതം തടസ്സപ്പെടുത്താനൊന്നും ശ്രമിക്കേണ്ട, ഞാൻ മരണശേഷവും ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിന് തൊട്ട് മുമ്പും ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വയം ബുദ്ധിമുട്ടാതെ മരിക്കണമെന്നുള്ള ചിന്ത MD ക്ക് ഒരുപക്ഷെ വന്നിട്ടില്ല. അതൊരു നൂതന ചിന്തയാണ്. അദ്ദേഹം അത് ഒരു ലിവിംഗ് വിൽ എഴുതി വെച്ചിരുന്നില്ല. ഇനി എല്ലാവരും ലിവിംഗ് വിൽ എഴുതി വെക്കുക. നമ്മുടെ രോഗബാധിതരായി കഴിഞ്ഞാൽ വൃദ്ധരാകുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗങ്ങൾ വരും. രോഗങ്ങൾ വരുമ്പോൾ ആർക്കും മരണത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല, മരണം സംഭവിച്ചേ പറ്റും. പക്ഷെ അതിനു വേണ്ടിയിട്ട് ആശുപത്രിയിൽ കൊണ്ട് കിടത്തി ഈ നരകിപ്പിക്കുന്ന ഈ ഒരു പുതിയ സമ്പ്രദായമുണ്ടല്ലോ, കച്ചവട സമ്പ്രദായം, ഈ സ്വകാര്യ ആശുപത്രിയുടെ, അതിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ലിവിംഗ് വിൽ എഴുതി വെക്കുക. ലിവിംഗ് വിൽ എഴുതി വെച്ചിട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ അതിന് പ്രത്യേക നിയമസാധുത ഇപ്പോഴുണ്ട്. ഗസറ്റ് ഓഫീസറോ നോട്ടറിയോ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമസാധുത വരും. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ, സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടെ ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ ഈ ലിവിംഗ് വില്ലിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നവർക്ക് സൗജന്യമായി തന്നെ ലിവിംഗ് വില്ല് രജിസ്റ്റർ ചെയ്ത് വയ്ക്കാൻ, എഴുതി വയ്ക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് അവിടുത്തെ ഡോക്ടർമാർ. പ്രത്യേകിച്ച് അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിലാണ് അങ്ങനെ നടക്കുന്ന ഒരു പുതിയ അനുഭവമാണ്, പുതിയ മാതൃകയാണ് ലിവിംഗ് വില്ല് എന്ന് പറയുന്നത്. പക്ഷേ ലിവിംഗ് വില്ല് എഴുതി വെച്ചിട്ട് കൊണ്ട് കാര്യമായില്ല എന്നതാണ് ഒരു സൈഡ് പറയേണ്ടത്. അതായത് നമ്മൾ ലിവിംഗ് വില്ല് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിവിംഗ് വില്ല് നമ്മൾ ബോധരഹിതനായി പോകുമ്പോൾ, അതായത് വളരെ വൃദ്ധനായി കഴിയുമ്പോൾ, നമ്മൾ രോഗികളായി ആശുപത്രിയിലാകുമ്പോൾ ബോധരഹിതനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആരോടും പറയാൻ കഴിയില്ല. അതിനുവേണ്ടി വേണമെങ്കിൽ നമുക്കൊരു പവർ ഓഫ് അറ്റോർണിയും ഈ ലിവിംഗ് വില്ലിൻ്റെ കൂടെ എഴുതി വയ്ക്കാം. നമുക്ക് ആരാണ് എൻ്റെ അവകാശി, അയാൾ പറയുന്നത് പോലെ അനുസരിക്കണം, ഞാൻ പറയുന്നതാണ് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് ഒരു പവർ ഓഫ് അറ്റോർണി എഴുതി വയ്ക്കാം. പക്ഷേ പവർ ഓഫ് അറ്റോർണിയോട് മാത്രം പറഞ്ഞാൽ പോരാ, ബന്ധുക്കളോട് മുഴുവനും പറയണം, മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും എല്ലാം പറയണം, ഞാൻ ഇങ്ങനെ ഒരു ലിവിംഗ് വില്ല് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ലിവിംഗ് വില്ലിലുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്, ഇന്ന തരത്തിലാണ്, എന്നെ ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ്, ഞാൻ ആശുപത്രിയിലാകുമ്പോൾ എന്നെ ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ്, എന്നെ അനാവശ്യമായി ഈ ഇൻറ്റൻസീവ് കെയറിലിട്ടിട്ട് അതല്ലെങ്കിൽ വെന്റിലേറ്ററിലിട്ടിട്ട് നരകിപ്പിക്കരുത്, അതിനു മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ മരണം, എൻ്റെ വേദന എന്നെ വേദനിപ്പിക്കാതെ, കൂടുതൽ വെന്റിലേറ്ററിലിട്ട് എന്നെ വേദനിപ്പിക്കാതെ, എന്നെ ഏകനാക്കി ഇടാതെ എന്നെ മരണത്തിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്ന് എഴുതി ഞാൻ വച്ചിട്ടുണ്ട്. നിങ്ങളതെല്ലാം വായിച്ച് പഠിക്കണം. അതനുസരിച്ച് മാത്രമേ എൻ്റെ അന്ത്യകാലഘട്ടത്തിൽ എൻ്റെ ചികിത്സാ കാര്യങ്ങളും എൻ്റെ മരണകാര്യങ്ങളും ചെയ്യാവൂ എന്ന് എഴുതി വയ്ക്കുന്നതാണ് ലിവിംഗ് വില്ല്. അങ്ങനെ ഒരു ലിവിംഗ് വില്ല് ഇപ്പോൾ ഉണ്ടാകണം. ആ ലിവിംഗ് വില്ല് ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണിത്. MDയുടെ മരണം അദ്ദേഹം പറഞ്ഞതുപോലെ അല്ല, അദ്ദേഹം പറഞ്ഞത് കാറ്റത്ത് തെളിഞ്ഞു നിൽക്കുന്ന തിരുനാളത്തിനെ ഒരു കാറ്റ് വന്ന് കെടുത്തുന്നത് പോലെ എനിക്ക് മരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്തത് ഈ ലിവിംഗ് വില്ല് ഇല്ലായിരുന്നത് കൊണ്ടാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് 5 ദിവസം ഈ വെന്റിലേറ്ററിൽ കിടന്ന് നരകിക്കേണ്ടി വരില്ലായിരുന്നു തന്നെയാണ് എൻ്റെ പക്ഷം. എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എന്നോട് സഹകരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കമൻ്റ് ഇടാനുള്ള അവകാശവുമുണ്ട്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.